എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവന്തികയെ സ്വീകരിച്ച് ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുവരുന്നു. അവർ 3 പേരുണ്ട്. 3 പേരും റൂമിൽ കയറി ഇരുന്നതിന് ശേഷം ഈ വന്നയാളുടെ പേര് നാഗേന്ദ്രൻ ആണ്. ആ നാഗേന്ദ്രൻ ആരാണെന്നറിയോ? അവന്തികയുടെ അച്ഛൻ, അതായത് ജലജയുടെ ഭർത്താവ് അഭിയുടെയും അവന്തികയുടെയും അച്ഛനാണ് നാഗേന്ദ്രൻ, AN ജ്വല്ലറിയുടെ ഉടമ. ഏതായാലും സ്വീകരണമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നു കഴിയുമ്പം അങ്ങേര് ചോദിക്കുന്നുണ്ട്, അവിടെ സ്വീകരിച്ചതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജ്വല്ലറിയിലെ ഏതെങ്കിലും സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. ഇല്ല, അവരാരും നമ്മുടെ ജ്വല്ലറിയിലെ സ്റ്റാഫ് അല്ല എന്ന് പറയുന്നു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയുന്നു. ഇതാരാണ് എന്നറിയാവോ എന്ന് ചോദിക്കുമ്പം സാറിൻ്റെ മകളല്ലേ, വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം നാഗേന്ദ്രൻ പറയുവാണ്, താനായിരിക്കണം ഈ കമ്പനിയുടെ എല്ലാം തലപ്പത്ത്, അങ്ങനെയേ പുറം ലോകം അറിയാവുള്ളൂ, ഒരിക്കലും ഒരു സ്റ്റാഫ് പോലും അറിയരുത് തനിക്ക് മുകളിൽ ഞാനുണ്ട് എന്ന്. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ, ഇതൊക്കെ പുറത്താകേണ്ട ഒരു സമയം വരുമ്പോൾ എല്ലാം പുറത്താക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരങ്ങ് പോവാണ്. പോയി കഴിയുമ്പം അവന്തികയും നാഗേന്ദ്രനും കൂടെ സംസാരിക്കുക. അപ്പോൾ അങ്ങേര് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് വരും എന്ന് അവർക്കറിയാവോ, അവരെങ്ങനെയെങ്കിലും അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പം വരും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, എപ്പോൾ വരും എങ്ങനെ വരും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണ്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, AN ജ്വല്ലറി ഇപ്പോൾ ദുബായിൽ 1ാം സ്ഥാനത്താണ്, മൂർത്തി ജ്വല്ലറി അവിടെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുതന്നെ ഇവിടെ ഈ നാട്ടിലും സംഭവിക്കും. മൂർത്തി അത്യാവശ്യം ബുദ്ധിയുള്ളവനാണ്, നല്ല കഴിവുമുണ്ട്, അത്രത്തോളം വരില്ലെങ്കിലും അതിനൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരാളാണ് ഇപ്പം മൂർത്തി ജ്വല്ലറിയുടെ MD ആയ ആദർശ്. എന്നിട്ടും നമുക്ക് ദുബായിൽ മൂർത്തി ജ്വല്ലറിയെ പിന്നോട്ടടിക്കാൻ സാധിച്ചു, അതുതന്നെ നാട്ടിലും സംഭവിക്കണം. അതുകൊണ്ട് നമ്മളിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും സൂക്ഷിച്ചേ ചെയ്യാവുള്ളൂ, അവർക്കൊരു വീഴ്ച സംഭവിച്ച സമയമാണ്, ഈ സമയം നമ്മൾ മുതലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവന്തിയോട്, ഈ AN ജ്വല്ലറി എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നറിയാവോ എന്ന്. അന്നേരം അറിയില്ല എന്ന് പറയും. മോളെന്താ ചോദിക്കാതിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, A കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്തിക അഭി എന്നും, N ഉദ്ദേശിക്കുന്നത് ആരാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, അത് അച്ഛൻ്റെ പേര് നാഗേന്ദ്രൻ അതല്ലേ എന്ന് ചോദിക്കുമ്പം, നാഗേന്ദ്രൻ എന്ന് മാത്രമല്ല നവ്യ എന്നും കൂടി ഉണ്ട് അതിനർത്ഥം എന്ന് പറയുമ്പം, അതിൻ്റെ ആവശ്യമില്ല, ഏട്ടന് അവളെ ഇഷ്ടമല്ല, അമ്മയ്ക്കും ഇഷ്ടമല്ല, പിന്നെ ഇപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ട് അവളെ അങ്ങ് സഹിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പം അങ്ങേര് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു സമയത്ത് നവ്യ മനസ്സിലാക്കും AN ജ്വല്ലറിയുടെ ഉടമ ഞാനാണ് എന്ന്. അന്നേരം N എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നവ്യ എന്നാണെങ്കിൽ അവളുടെ മതിപ്പ് എത്രത്തോളം ഉണ്ടാകും എന്നൊന്ന് നീ ചിന്തിച്ചു നോക്കി. അതുപോലെ 10 മുഴം മുന്നെയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നത്, അതുകൊണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് ഉയർച്ചയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവന്തികയോട് പറയുവാണ്, ഇനി നീ മൊത്തത്തിൽ മാറണം, അങ്ങ് അനന്തപുരിയിൽ എത്തിക്കഴിയുമ്പോൾ അവരെല്ലാവരും നിന്നെ സ്നേഹിക്കണം, താലോലിക്കണം, കൊഞ്ചിക്കണം, അങ്ങനെ കയ്യിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം, അതിനുശേഷം വേണം നമുക്ക് അവരുടെ തകർച്ച പൂർണ്ണമാക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവന്തിക അതൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങേര് പറയുന്നുണ്ട്, അങ്ങേരുടെ അവസാനത്തെ ദിവസം, അനന്തപുരിയിലെ അവസാനത്തെ ദിവസം അങ്ങേർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അന്ന് അവിടെ നിന്ന് അങ്ങേര് അനുഭവിച്ചത് ഓരോന്നും മൂർത്തിയുടെ മക്കളെയും കൊച്ചുമക്കളെയും അനുഭവിപ്പിക്കും എന്നാണ് അങ്ങേര് പറയുന്നത്. ഏതായാലും അവന്തികയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന്തികയെ അവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞ് അങ്ങേരിങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്, നാഗേന്ദ്രൻ ഞാൻ ആ പഴയ പ്രതാപത്തിലേക്ക് ഇനി തിരിച്ചു വരും എന്നൊക്കെ ചിന്തിച്ച് കട്ടക്കലിപ്പിൽ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന അവന്തികയാണ്. അവന്തിക അനന്തപുരിയിൽ വന്ന് ഇറങ്ങുന്നു. കുറച്ചുകൂടി സിമ്പിളാക്കിയിട്ടോ ഡ്രസ്സൊക്കെ, നല്ല കുട്ടിയായിട്ട് കയറി വരുന്നു. ആദ്യമേ കാണുന്നത് നയനയാണ്. നയനയ്ക്ക് ഭയങ്കര സന്തോഷം, അയ്യോ ഇത് അവന്തികയല്ലേ എന്നൊക്കെ ഓർത്ത് ദേവയാനി വിളിച്ച് പറയുന്നു. ദേവയാനി ഫ്രണ്ടിലോട്ട് വരുന്നതേ കെട്ടിപ്പിടിച്ച് അമ്മായി എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെയാണ്. എന്നിട്ട് ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പം, കുറച്ചൊന്ന് തടിച്ചിട്ടുണ്ട്, പിന്നെ ഇച്ചിരി പൊക്കമൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് നയനയോട് ഭയങ്കര ഇഷ്ടത്തോടെ, ഏട്ടത്തി എങ്ങനെയുണ്ട്, കുഞ്ഞിന് സുഖമാണോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം കുഞ്ഞിന് സുഖമാണോ എന്നറിയത്തില്ല, അമ്മയ്ക്ക് സുഖമാണ്, ഇനി കുഞ്ഞിന് സുഖമാണോ എന്നറിയണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നോക്കണം, ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ലെന്നാണ് എന്നൊക്കെ പറയുന്നു. അപ്പം ദേവയാനി ചോദിക്കും, നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് എന്ന്. അന്നേരം മുന്നറിയിപ്പില്ലാതെ വന്നത് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, നിൻ്റെ അമ്മയല്ലേ, നിൻ്റെ അമ്മയുടെ ആങ്ങളയുടെയും കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, എനിക്കറിയാം അഭിയേട്ടൻ്റെ സ്വഭാവമൊക്കെ, അതുകൊണ്ടല്ലേ അഭിയേട്ടനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത്, ഇനി കമ്പനിയിലോട്ട് അടുപ്പിക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ശരിയാകിയല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, അവനെ പുറത്താക്കിയതിന് നല്ല ദേഷ്യമുണ്ട് നിൻ്റെ
അമ്മയ്ക്ക് എന്ന്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, പിന്നെ എന്താ ചെയ്യേണ്ടത് ഏട്ടൻ്റെ ഈ സ്വഭാവത്തിന്? ഏതായാലും ആ രീതിയിലൊന്നും ഞാൻ ചിന്തിക്കത്തില്ല. ഇനി ഞാൻ ആ കമ്പനിയിലേക്ക് എത്തുവാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ആ കമ്പനീനെ വളർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ. ശരിക്കും ഏട്ടത്തിയെപ്പോലെ തന്നെ ഞാൻ ആ കമ്പനിയെ സ്നേഹിക്കും, കമ്പനിയെ വളർത്തും എന്നൊക്കെ പറയുമ്പം അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ കമ്പനിയിൽ ഒരു സ്ഥാനം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. എന്നാൽ ഞാൻ എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോയി കഴിയുമ്പം ദേവയാനി നയനോട് പറയുക, എന്തൊക്കെയോ മാറ്റങ്ങൾ അവൾക്ക് വന്നിട്ടുണ്ടല്ലേ, പുറത്തൊക്കെ പോയി പഠിച്ചതിൻ്റെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് നേരാ, അവിടെ പോയി പഠിച്ചതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അഭിയെ അനുകരിക്കാതിരുന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് നയനയും പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ജലജ അകത്ത് ഭയങ്കരമായിട്ട് മാസികയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുവാണ്. അവന്തിക കയറി ചെല്ലുന്നത് പോലും കാണുന്നില്ല. ബാഗൊക്കെ വെച്ചിട്ട് അമ്മ എന്ന് പറഞ്ഞ് വിളിച്ച് അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് കാണുന്നത്. ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് പുറത്തൊക്കെ പോയിട്ട് വന്ന പിള്ളേർക്ക് സാധാരണ ക്ഷീണമാണ്, ഇതിപ്പോൾ നീ നല്ല സ്മാർട്ടായല്ലോ എന്ന് പറയുമ്പം ഞാൻ അകം കൊണ്ടും പുറം കൊണ്ടും ഒക്കെ ഇപ്പം നല്ല രീതിയിൽ സ്മാർട്ടായിട്ടുണ്ട്, അത് ഇനി നിങ്ങളൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, ഞാൻ പുറത്ത് പോയി പഠിച്ചതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ എനിക്കുണ്ട്, എനിക്കിപ്പോൾ സ്വത്തിനോടും പണത്തിനോടും ഒന്നും യാതൊരു ആഗ്രഹവുമില്ല, അതൊന്നും ഇനി എൻ്റെ ഒരു ലക്ഷ്യമേ അല്ല എന്ന് പറയുമ്പോൾ, അയ്യോ നീ ഈ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞു, ഇവിടെ ഉള്ളവരെ ഒക്കെ അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. ഇത്രയും നാളും ഈ വീട്ടിൽ ആൺപിള്ളേരുടെ കല്യാണമേ നടന്നിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് ഒരു പെൺകൊച്ചിൻ്റെ കല്യാണം നടക്കാൻ പോകുന്നത്. നിൻ്റെ കല്യാണം നല്ല ആർഭാടമായിട്ട് നടത്തണം, 10-250 പവൻ സ്വർണം അവർ സ്ത്രീധനമായിട്ട് തന്നെ, അതുപോലെ ഒരു ആഡംബര കാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിനൊന്നും താല്പര്യമില്ല, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇപ്പം വിവാഹം കഴിക്കാനേ താല്പര്യമില്ല, അതുപോലെയൊക്കെയാണ് ഞാനും കുറച്ച് നാൾ ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് നടന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ, നീ എന്താ ഇങ്ങനെ മാറിപ്പോയത് എന്ന് ചോദിക്കും. അന്നേരം അവന്തി ചോദിക്കും, പിന്നെ അമ്മയെപ്പോലെ ഏട്ടനെ പോലെ ഇപ്പോഴും പണത്തിനോട് അത്യാർത്ഥിയും മോഹമൊക്കെ ആയിട്ട് നടക്കണോ? അതിനൊന്നും എന്നെ കിട്ടത്തില്ല, ഏതായാലും ഞാൻ മൊത്തത്തിൽ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ അവന്തി അങ്ങ് പോകുന്നതേക്കും, ഇവളെന്താ ഇങ്ങനെ മാറിപ്പോയത്, ഈശ്വരൻ ഇങ്ങനെ മാറിപ്പോകുമെന്ന് ഞാൻ ചിന്തിച്ചേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ഓർത്ത് നിൽക്കുവാണ് ജലജ. പിന്നെ അവന്തിക നേരെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. മുത്തശ്ശൻ ആ സമയത്ത് സ്വർണത്തിൻ്റെ വില കൂടുന്നതിനെ പറ്റി മാർക്കറ്റിൽ ഇവർക്കുണ്ടായ ആ ഇടിവിനെ പറ്റിയൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനിലിരിക്കുവാണ്. ചെല്ലുന്നത് അവന്തിക കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നു. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുവാണ്. അതിനിടയ്ക്ക് ബിസിനസ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. ഇപ്പം നമുക്ക് ചെറിയൊരു ഇടിവ് സംഭവിച്ച സമയമാണ്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് ചിന്തിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതൊക്കെ ഈസി ആയിട്ട് നടക്കും, ആദർശേട്ടനല്ലേ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത്, ആദർശേട്ടൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സോൾവ് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനെക്കൊണ്ട് സാധിക്കും, പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇടിവ് സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അവന്തിക മനസ്സിലോർക്കുക, ഇതിനേക്കാൾ വലിയ ഇടിവ് വരാനിരിക്കുന്നതേ ഉള്ളൂ, അത് ഫേസ് ചെയ്യാൻ നിങ്ങളൊക്കെ തയ്യാറായിക്കോ എന്ന്. കാരണം അവിടുന്ന് പോരുന്നതിന് മുമ്പ് നാഗേന്ദ്രൻ അവന്തികയുടെ അച്ഛൻ പറഞ്ഞായിരുന്നു, വലിയൊരു വിസ്മയം വരാനിരിക്കുന്നുണ്ട്, അത് നമുക്ക് നേട്ടവും അനന്തപുരിക്കാർക്ക് വലിയൊരു നഷ്ടവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അവന്തിക അങ്ങനെ മനസ്സിൽ ചിന്തിച്ചത്. ഏതായാലും മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ MBA കാരിയാണ്, അതുകൊണ്ട് നിനക്കും ആ കമ്പനിയിലെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നോക്കാം, അങ്ങനെ നീ അവിടെ വിജയിക്കുവാണെങ്കിൽ അബിയെ പോലെ ആയിരിക്കില്ല, നിനക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവും, ഒരു GM വരെ നിനക്കാകാം എന്നൊക്കെ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, അങ്ങനെ ഉടനെയൊന്നും ഞാൻ ആ സ്ഥാനം ഏറ്റെടുക്കത്തൊന്നുമില്ല, ഞാൻ വന്നതേ അല്ലേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവന്തികയുടെ പെർഫോമൻസൊക്കെ. ഏതായാലും മുത്തശ്ശൻ്റെ അടുത്തുനിന്നും പോരുക അവന്തിക. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് തല പൊങ്ങിഞ്ഞ് ആലോചിക്കുന്നുണ്ട്, എങ്ങനെയാണ് ദുബായിൽ AN ജ്വല്ലറി മുന്നിൽ പോയത്, എവിടെയാണ് നമുക്ക് ഒരു വീഴ്ച പറ്റിയത് എന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയൻ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ഭയങ്കരമായിട്ട് തല പൊങ്ങിഞ്ഞ് ആലോചിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം, പിന്നല്ലാതെ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, പക്ഷേ എനിക്കത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം ജയം പറയുന്നുണ്ട്, അത് നിന്നെക്കൊണ്ട് സാധിക്കണം, കാരണം നിന്നിൽ അത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അച്ഛൻ. ഇനിയിപ്പോൾ നിനക്ക് ഇവിടെ എന്തെങ്കിലും വീഴ്ച പറ്റി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുമകനാണ് എന്നൊന്നും അച്ഛൻ നോക്കത്തില്ല, നിനക്ക് പകരം മറ്റൊരാളെ എന്നൊരു ചിന്തയിലേക്ക് അച്ഛൻ പോകും. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചപ്പോഴെല്ലാം അച്ഛൻ ആ രീതിയിൽ തന്നെയാണ് ചിന്തിച്ചത്, മകനല്ലേ എന്നുള്ള ബന്ധമൊന്നും മനസ്സിൽ കരുതിയിരുന്നില്ല, അതുകൊണ്ട് ബിസിനസ്സായിട്ട് അച്ഛൻ കാണുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞു വരുന്നത് ഇപ്പം ഉണ്ടായേക്കുന്ന ആ ക്രൈസിസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന അവന്തികയായിരിക്കും. അപ്പം നൈസായിട്ട് ആദർശിനെ എടുത്തങ്ങ് മാറ്റിയിട്ട് അവിടെ മിക്കവാറും അവന്തിക കയറ്റിയിരുത്തും, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും ആദർശ് ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട്, AN ജ്വല്ലറിയുടെ മോഡലായിട്ട് നവ്യ പോകുന്നത് നമുക്ക് ഭയങ്കര ഒരു വീഴ്ചയാണ്, എല്ലാവരും അത് ചർച്ചയാക്കിയേക്കുവാണ് എന്നൊക്കെ പറയുമ്പം ജയം പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതൊക്കെ തുറന്നു പറയാൻ പറ്റുമോ എന്ന്. അന്നേരം അങ്ങനെ തുറന്നു പറഞ്ഞാലും നമുക്ക് ലാഭമൊന്നും കിട്ടിയല്ലോ എന്ന് ആദർശ് പറയുമ്പം ജയം പറയുന്നുണ്ട്, അങ്ങനെ
തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ അഭിയെ വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോകും. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. നവ്യയുടെ ജീവിതം എന്തിനാ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതെന്ന്. ഇത്രയും നന്മമരങ്ങളായി സ്ഥിതിക്ക് ഇവർക്ക് നല്ല ഒന്നാന്തരം പണി കിട്ടണം. അന്നേരേ തിരിച്ചു വരത്തുള്ളൂ. ഏതായാലും നല്ല രസമുണ്ട്. ഇനി അങ്ങോട്ട് ഇവർ നന്മയും മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കും. അവന്മാരെല്ലാം അടിച്ചുകൊണ്ടും പോകും മിക്കവാറും. ഏതായാലും ജയം പറയുന്നുണ്ട് കേട്ടോ, AN ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഡേവിഡാണ്. അയാൾക്ക് നമ്മളോട് വൈരാഗ്യം തോന്നേണ്ട കാര്യമില്ല. അയാൾ എന്തിനാണ് ഇത്രയും നെറുകെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് അറിയത്തില്ല. അതുകൊണ്ട് അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ആദർശനോട് നല്ല രീതിയിൽ ബിസിനസ്സിൽ മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നയനേനെ ഇനി കൂടുതൽ സ്ട്രെയിൻ ചെയ്യിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, പ്രഗ്നൻ്റ് അല്ലേ. അതുകൊണ്ട് നല്ലൊരു ഡിസൈനറെ നമുക്ക് കൊണ്ടുവരണം. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പോലെ തന്നെ ട്രഡീഷണൽ ജ്വല്ലറിയിലാണ് അവരും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ വീഴ്ച ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നവ്യയാണ്. നവ്യ ഒരുങ്ങി നല്ല സുന്ദരിക്കുട്ടിയായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുവാണ്. അന്നേരം അഭിയോട് ചോദിക്കുന്നുണ്ട്, എടാ ഞാനിത് ഓവറായിട്ടാണ് ഒരുങ്ങിയേക്കുന്നതെന്ന്. അന്നേരം അങ്ങനെയൊന്നുമില്ല, നീ ഒരു മോഡലല്ലേ, അപ്പോൾ ഇത്രയെങ്കിലും വേണം. പ്രത്യേകിച്ച് AN ജ്വല്ലറിയിലേക്കാണ് പോകുന്നത്. അന്നേരം അവരുടെ അന്തസ്സിന് ചേരുന്ന രീതിയിലുള്ള സംഭാഷണവും ഡ്രസ്സിങ്ങും ഒക്കെ ആയിരിക്കണം നീ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അഭി പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തി ഡിസൈനറാണ്, ഭയങ്കര മികച്ച ഡിസൈനറാണ് എന്നൊക്കെ പറഞ്ഞാലും അവളെ ഇത്രയും ഒന്നും ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷേ നീ ഒരു മോഡലായതുകൊണ്ട് എല്ലാവർക്കും നിന്നെ അറിയാം. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് പോയപ്പം എല്ലാവരും സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പണ്ട് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നെ കുറച്ച് ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു രീതിയിൽ വളരണമെന്ന്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അഭി പറയും, ഈ രീതിയിൽ തന്നെ നീ മുന്നോട്ട് പോക്കോ, നീ നിൻ്റെ അനിയത്തിക്ക് മുകളിൽ വളരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വാ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല അങ്ങോട്ടേക്ക്, നീ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ, നീ ആരെയാടെ പേടിക്കുന്നത്, ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതം, അതിൽ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ വന്നാൽ ശരിയാകില്ല എന്നൊക്കെ പറയുമ്പോൾ, നിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നവ്യ പറയുന്നുണ്ട്, ഒരാൾ ഉള്ള തെറ്റ് മൊത്തം ചെയ്തിട്ട് പിന്നെയും ഇവിടെ കിടന്ന് നാടകം കളിച്ചു. അതിന് അയാളുടെ ഭാര്യയും അമ്മയും ഒക്കെ കൂട്ടി നിന്നു. അതൊക്കെ നമ്മൾ കണ്ടതല്ലേ, പിന്നെ നീ എന്തിനു ഇനിയും അവരുടെ മുമ്പിൽ ഇങ്ങനെ താണു നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, അതിനൊക്കെ കാര്യമുണ്ട്, നീ ഇപ്പം പൊയ്ക്കോ, ഞാനിപ്പോൾ വന്നില്ല എന്ന് പറയുന്നു. ദേഷ്യപ്പെട്ട് നവ്യ അങ്ങോട്ട് പോവാണ്. എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അടുത്ത പണി എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നായിരിക്കും അഭി ചിന്തിക്കുന്നത്. പക്ഷേ അഭി കൊടുത്ത പണിയെല്ലാം ചീറ്റിപ്പോയി. ഇനി AN ജ്വല്ലറിക്കാർ കൊടുക്കുന്ന പണി ഒന്നാന്തരമായിട്ട് കിട്ടുമോ എന്നറിയില്ല. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.